ഫൈസൽ മലബാർ സാറിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് ചോദിക്കണം. ബിക്കോസ് ആള് നമ്മളെല്ലാവരും കാണുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ വെറുതെ ലബാരിയുടെ ഉപ്പും മുളകിന്റെ സ്പോൺസർ കൂടിയാണ്. അപ്പൊ ആളുടെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ അടുത്ത ആളുടെ ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആളായിട്ടുള്ള ഒരു ബോണ്ട് ഒക്കെ എങ്ങനെയാണ്? ആളായിട്ട് നല്ലൊരു വ്യക്തിബന്ധം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം മൊത്തത്തിൽ കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അതുപോലെ തട്ടിമുട്ടിയുടെ വലിയൊരു ആരാധകനുമാണ്. ആണല്ലേ? ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ, അതും ഞാൻ കറക്റ്റ് ഇപ്പൊ ഉപ്പുമുളകും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നപ്പോൾ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അല്ല, അത് എനിക്ക് തോന്നുന്നു ആളത് പറയുകയും ചെയ്തു ആ വീഡിയോയിൽ അല്ലേ? എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഉപ്പുമുളകിലും. ഞാൻ എന്നിട്ട് ഫ്ലവേഴ്സിന്റെ അടുത്തും ഇവരുടെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞു എനിക്ക് ലീവ് വേണം, കാര്യം ഇത് നിങ്ങളുടെ സ്പോൺസറും കൂടെയാണ്. ഈ പ്രോഗ്രാം ഇപ്പൊ നിലവിലത്തെ സ്പോൺസറാണ്. അതെ അതെ, സ്പോൺസേഴ്സിൽ ഒരാളെന്ന് പറയുന്നതാവും പിന്നെയും കറക്റ്റ്. അപ്പൊ അതെന്തായാലും പോയി. പക്ഷെ അത് നല്ല നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ, ഇങ്ങനെ ഒരാള്. അർജുൻ കപൂർ മുതൽ ബോളിവുഡിൽ നിന്ന് ആൾക്കാര് എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കൊരു ഫീൽ ആയിരുന്നു, നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയതുപോലെ തന്നെ ആയിരുന്നു. അതിന് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ ആള് ഒരുപാട് കലാകാരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. അതൊരു വലിയ സന്തോഷം. അദ്ദേഹം അതുപോലെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതൊക്കെ വെറും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് വിശ്വസിക്കുന്നു.